independent judiciary, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. So the term independent judiciary means the judicial branch of government separated from legislative and executive branch of government. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി അഥവാ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ജുഡീഷ്യൽ ബ്രാഞ്ച് ഓഫ് ഗവൺമെൻറ്റിനെ എക്സിക്യൂട്ടീവിൽ നിന്നും ലെജിസ്ലേറ്റീവ് ബ്രാഞ്ചസിൽ നിന്നും എന്ത് ചെയ്യണം? മാറ്റി നിർത്തണം. ദാറ്റ് മീൻസ് ദ ജഡ്ജസ് ഇൻ ദിസ് സിസ്റ്റം ഷാൾ പെർഫോം their function without fear or favor. അതായത് ജഡ്ജിമാർ എങ്ങനെയായിരിക്കണം? ഭയമോ പക്ഷാഭേദമോ അല്ലെങ്കിൽ എന്താ പക്ഷാഭേദപരമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? നിയമത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ജഡ്ജസ് ആർ ഫ്രീ ഫ്രം വൈൽ ഇൻ്റർപ്രറ്റിംഗ് ദ ലോസ്. ജഡ്ജിമാർ സ്വതന്ത്രരും നിഷ്പക്ഷരുമായിരിക്കണം. എപ്പോഴാണ്? അവർ നിയമം വ്യാഖ്യാനിക്കുമ്പോൾ. The judges are independent and impartial in the interpretation of law. നിയമ വ്യാഖ്യാനത്തിൽ ജഡ്ജിമാർ എങ്ങനെ പ്രവർത്തിക്കണം? സ്വതന്ത്രരും നിഷ്പക്ഷരുമായിട്ട് എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. Modern liberal democratic state adopted independent judiciary as the hallmark of their system. ഇപ്പോൾ ആധുനിക ജനാധിപത്യ രാജ്യങ്ങളെല്ലാം ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി അവരുടെ ജുഡീഷ്യൽ വ്യവസ്ഥയുടെ ഒരു ഹോൾമാർക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുക ചെയ്യുന്നുണ്ട്. The judiciary shall act as the custodian of rights and the federal system. ഇവിടെ ജനങ്ങളുടെ അവകാശങ്ങളുടെ സംരക്ഷകനായിട്ടും ഫെഡറൽ സമ്പ്രദായത്തിൻ്റെ സംരക്ഷകനായിട്ടും ആര് പ്രവർത്തിക്കുന്നു? ജുഡീഷ്യറി എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുക ചെയ്യുന്നു. The functions can be best performed only through their independence. ഈ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിക്ക് പ്രവർത്തിക്കണമെങ്കിൽ നീതിന്യായ വ്യവസ്ഥ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ദി ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ആർ: ഒന്ന്, ഇൻഡിപെൻഡൻറ്റ് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ആൻഡ് റിമൂവൽ ഓഫ് ജഡ്ജസ്. ഈ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ജഡ്ജിമാരുടെ നിയമനം എങ്ങനെയായിരിക്കണം? സ്വതന്ത്രവും നിഷ്പക്ഷവും. നമ്മൾ നേരത്തെ കമ്മിറ്റഡ് ജുഡീഷ്യറി നമ്മൾ പറഞ്ഞു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. കമ്മിറ്റഡ് ജുഡീഷ്യറിയിൽ ജഡ്ജിമാർ നിയമിക്കുന്നവരാ പൊളിറ്റിക്കൽ പാർട്ടീസ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ജഡ്ജിമാരെ സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യുന്നു? അപ്പോയിൻറ്റ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. ജഡ്ജസ് മസ്റ്റ് ലോങ് ടേം ഓഫ് ഓഫീസ്. ജഡ്ജിമാരുടെ കാലാവധി എങ്ങനെയായിരിക്കണം? ലോങ് ടേം ഓഫ് ഓഫീസ്, ദീർഘകാല കാലാവധി ഇവർക്കുണ്ടായിരിക്കണം. സെക്യൂരിറ്റി ഓഫ് സർവീസ് മസ്റ്റ് ബി പ്രൊട്ടക്ട്. ഇവരുടെ തൊഴിൽപരമായ സുരക്ഷ എന്ത് ചെയ്യണം? അവർക്ക് ഉറപ്പുവരുത്തിയിരിക്കണം. ജഡ്ജസ് മസ്റ്റ് ഹാവ് ഡീസൻറ്റ് സാലറി ടു ലീഡ് എ ഡിഗ്നിഫൈഡ് സോഷ്യൽ ലൈഫ്. വളരെ ഡിഗ്നിഫൈഡായ മഹത്വപൂർണ്ണമായ ഒരു സാമൂഹിക ജീവിതം നയിക്കുവാൻ ജഡ്ജിമാർക്ക് എന്ത് വേണം? ഡീസൻറ്റ് സാലറി ഉണ്ടായിരിക്കണം. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചറിൽ നിന്നും എക്സിക്യൂട്ടീവിൽ നിന്നും ജുഡീഷ്യറി എങ്ങനെ പ്രവർത്തിക്കണം? സ്വതന്ത്രമായിട്ട്.